ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ്. മോർണിംഗ് ടു ഈവനിങ് വരെ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഈ കുഞ്ഞ് വ്ളോഗ് എല്ലാവരും കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഗസ്റ്റിന് മോർണിംഗിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുള്ളത് പുട്ടും കടലയുമായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് നല്ല അടിപൊളി തേങ്ങാച്ചോറും പിന്നെ അതിൻ്റെ കൂടെ അടിപൊളി ചിക്കൻ തേങ്ങ അരച്ച കറിയും ഒക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ചിക്കൻ കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാച്ചോറിലേക്ക് ഒരുപാട് തേങ്ങ വേണം, നന്നായിട്ട് ചുവന്നുള്ളിയും വേണം. അപ്പോൾ അതും രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കടുമാങ്ങ റെഡിയാണ്. കടുമാങ്ങ നല്ല മോർണിംഗിൽ തന്നെ നേരത്തെ ആക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ നന്നായിട്ട് ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരച്ച് പാരുന്നത്. പിന്നെ ഇവിടെ നല്ല പരിപ്പ് ഉലർത്തിയതുണ്ട്. പരിപ്പ് വേവിച്ചതിന് ശേഷം അതിൽ തേങ്ങ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒതുക്കിയിട്ടിട്ട് പിന്നെ വറവ് ചെയ്തെടുക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാച്ചോറിന് മസ്റ്റാണത്. പിന്നെ ഇവിടെ നമ്മൾ തേങ്ങാച്ചോറിനുള്ള വെള്ളം വെച്ചു. നമ്മളിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതും വെള്ളക്കുറവ് അരിയാണ്. പിന്നെ അതിനിടയിൽ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാച്ചോറിന് തേങ്ങാപ്പാലും വേണം, പിന്നെ തേങ്ങ കുറച്ച് അരച്ചതും വേണം. അങ്ങനെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കറി നന്നായിട്ട് എല്ലാം സെറ്റായി വന്നപ്പോൾ തേങ്ങ കലക്കി പാർന്ന് വെച്ചിട്ടുണ്ട്. തേങ്ങ കുറച്ചും കൂടുതൽ മസാലയുമാണ് കറിയിൽ. പിന്നെ വന്നിട്ട് തേങ്ങാച്ചോറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനൊക്കെ മുമ്പേ നമ്മൾ അരി കഴുകി ഊറ്റി വെക്കണം. പിന്നെ ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചൺ ഇവിടെ ക്ലീനാക്കി ഞാൻ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ പിന്നെ വർക്ക് ഏരിയയിലാണ് ബാക്കി പണി വരുന്നത്. അപ്പം വർക്ക് ഏരിയയിൽ നിന്നാണ് നമ്മൾ ചോറൊക്കെ കുക്ക് ചെയ്യണത്. അരിയും ഇട്ട് വെള്ളം തിളച്ച് വന്നു. അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം നമ്മൾ നെയ്ച്ചോറിനൊക്കെ വെക്കുന്ന പോലെ തന്നെ. പിന്നെ അരച്ച തേങ്ങയും കൂടെ, കുറച്ച് തേങ്ങ അരച്ചിട്ട് പാരുമല്ലോ, അങ്ങനെയും കൂടെ. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിവിടെ ഓവിൽ കണ്ട പാത്രങ്ങളൊക്കെ, സിങ്കിൽ കണ്ട പാത്രമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പം വൃത്തിയേടൊന്നുമില്ല. ചിക്കനും കൂടെ പൊരിച്ചെടുത്തു. പിന്നെ എല്ലാവരും ഒന്ന് ഫ്രഷായി. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമുക്കിന്ന് വിഷു ആയത് കാരണം പായസവും നെയ്യപ്പവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടിപൊളിയായിട്ട് പായസമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തു. പിന്നെ അവരെല്ലാവരും ഈവനിങ് ആകുമ്പോഴത്തേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.